നമ്മുടെ രാഹുലിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ഒരു PR, അതായത് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന, സർക്കാർ എടുക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഉണ്ടായെന്ന് വരില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണല്ലോ മാധ്യമങ്ങൾ. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഏത് സംസ്ഥാനത്തിലായാലും മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടത് അതാണ്. അപ്പോൾ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല, 13 ഇനങ്ങളും ഇല്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി, അത് വാർത്തയാണ്, ആ വാർത്ത കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് താങ്ങുവില കിട്ടാത്ത കർഷകരുടെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ വന്യമൃഗ ശല്യമുണ്ടാകുമ്പോൾ അവിടെ ഇടപെടാത്ത സർക്കാരിന്റെ നയങ്ങൾ, അതേക്കുറിച്ചൊക്കെ ചർച്ചയാകും, അതൊക്കെ വാർത്തയാകും. അല്ലാതെ സർക്കാർ സ്വീകരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു, അതും നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് രാഹുലിന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞപ്പോൾ ഈ 6:30 അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ കയറി അകത്ത് കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നല്ല, ആരെയായാലും മറ്റൊരു നേതാവിനെ ആയാലും ഇതാ ഞങ്ങൾ വരുന്നുണ്ട്, ഒന്ന് തയ്യാറായി നിൽക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു അറസ്റ്റ് ഇവിടെ ഉണ്ടാകാറുണ്ടോ? അല്ല, അതിന്റെ കാരണം അങ്ങനെ അതാണ് സുജയ പറഞ്ഞത്. ഇപ്പൊ ഈ 41A കൊടുത്താൽ നേരത്തെ അറിയിക്കാം. അത് 7 വർഷം തടവുള്ള ഒരു കേസിൽ മാത്രമാണ് അത് സാധ്യമാവുക. IPC 3 ആയപ്പോൾ 10 വർഷം തടവായി. 10 വർഷം തടവുള്ള കേസിന് നോട്ടീസ് സെർവ് ചെയ്താൽ മതി. ആ സമയത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി, അതായത് ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ പ്രതികാര നടപടി ഏതെങ്കിലും കോടതിക്കെതിരെ അഭിപ്രായമില്ല. കോടതി ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. കൃത്യമായിട്ട് ഈ കേസ് ഡയറിയിൽ എടുത്തു പറയുന്ന ഓരോ കാര്യവും പരിശോധിച്ചിട്ടുണ്ട് സാർ. ഇതിൽ ആകെ പറയാവുന്ന ഒരു കാര്യം, 20 ദിവസത്തിന് ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതിൽ ഒരു പ്രതികാര ബുദ്ധിയുണ്ട്, അതൊരു രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട് എന്നത് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്ന കാര്യം. അതെങ്ങനെയാണ്? അതായത് ആലോചിച്ചുറപ്പിച്ചു. ഞാൻ പറഞ്ഞു വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും 20 ദിവസത്തിന് ശേഷം രാഹുലിലേക്ക് ആദ്യ അറസ്റ്റ് വന്നു. ആക്രമണം നടക്കുന്ന സമയത്ത് 3 പേരും ഇല്ല സ്ഥലത്ത്. അതുകൊണ്ടാണ് 4-മത്തെ ആൾ. രാഹുൽ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വാദത്തിന് സമ്മതിക്കാവുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ.